ഒരു കളവ് പറഞ്ഞാൽ അത് സ്ഥാപിച്ചെടുക്കാൻ പിന്നെയും കുറേയധികം കളവുകൾ പറയേണ്ടി വരും എന്ന് പറയുന്നത് ഒരു പഴഞ്ചൊല്ല് പോലെ നമുക്കെല്ലാവർക്കും പരിചയമുള്ള കാര്യമാണ്. ഏതാണ്ട് അതേപോലുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കെ ശൈലജ ടീച്ചർ പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുമായി നടത്തിയ ഒരു സംഭാഷണത്തിൽ ശൈലജ ടീച്ചർ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് LDFിൻ്റെ പ്രത്യേകിച്ച് CPMൻ്റെ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ട് നടപ്പാക്കിയ ഒരു പദ്ധതിയാണ് എന്ന് അവകാശപ്പെടുകയുണ്ടായി. ഒരു കാര്യം വ്യക്തമാണ്, UPA രൂപീകരിച്ച് ആദ്യ ഗവൺമെൻറ് രൂപീകരിച്ച സമയത്ത് ഇടതുപക്ഷത്തിൻ്റെ പിന്തുണ ആ ഗവൺമെൻറ്റിനുണ്ടായിരുന്നു. 2004 മുതൽ 2009 വരെയുള്ള കാലയളവിൽ അധികാരത്തിലിരുന്ന ആ ഗവൺമെൻറ്റിൻ്റെ അവസാന കാലത്ത് പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയുണ്ടായിരുന്നില്ല. ആണവ കരാറിൽ ഒപ്പിട്ടു എന്നതിൻ്റെ പേരിൽ ഇടതുപക്ഷം ഒടുവിൽ ആ ഗവൺമെൻറ്റിന് പിന്തുണ പിൻവലിക്കുകയും അതുവരെ പുറത്തുണ്ടായിരുന്ന മുലയം സിംഗ് യാദവ് UPAക്ക് പിന്തുണയുമായി വന്നതുകൊണ്ട് മാത്രമാണ് 2009 വരെ ആ ഗവൺമെൻറ് നിലനിന്നത്. അല്ലായിരുന്നുവെങ്കിൽ BJP അതിനു മുമ്പ് തന്നെ അധികാരത്തിൽ വരുന്ന സാഹചര്യമുണ്ടാകുമായിരുന്നു. CPM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷം പിന്തുണ പിൻവലിച്ചത് അനവസരത്തിലായിപ്പോയി എന്ന് പിന്നീട് അവർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് വീണ്ടും UPA ഗവൺമെൻറ്റിന് ഒരു തുടർച്ച ഉണ്ടായത് 2014 വരെ. വിഷയമതല്ല. ആദ്യ UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇടതുപക്ഷം പിന്തുണച്ചതുകൊണ്ടാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വന്നത് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ടീച്ചറുടെ ആ വീഡിയോ വന്നതോടുകൂടി ട്രോളുകളുടെ വമ്പിച്ച പ്രവാഹമായിരുന്നു പിന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞത്. ഞാൻ ഈ വീഡിയോയിൽ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഒരു ഫാക്ട് ചെക്കാണ്. ടീച്ചർ പറഞ്ഞത് ശരിയാണോ? അതല്ലെങ്കിൽ എന്താണ് അതിലെ ശരി? എൻ്റെ കയ്യിൽ ലഭ്യമായ ഒരു വിവരം എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ പ്രകടന പത്രികയുടെ ഒരു കോപ്പിയാണ്. അത് ഈ വിഷയത്തെ സംബന്ധിച്ച് സെർച്ച് ചെയ്ത സമയത്ത് കിട്ടിയതാണ്. പക്ഷേ ഇന്ന് നമുക്കറിയാം ടീച്ചറെ AI കാലമാണ്. കിട്ടുന്നതൊന്നും ശരിയാണ് എന്ന് വിശ്വസിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ കിട്ടിയ പേജ് അത് AIക്ക് കൊടുത്ത്, ഗൂഗിൾ ലെൻസിന് കൊടുത്ത് AIക്ക് കൊടുത്ത് അതിൻ്റെ ഫാക്ട് ചെക്കിലേക്ക് പോയി. അത് ശരിയാണോ ഫേക്കാണോ എന്നൊക്കെ. അപ്പോൾ AI എന്നോട് പറഞ്ഞത് അത് കോൺഗ്രസ് പാർട്ടിയുടെ പ്രകടന പത്രികയിൽ സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഭാഗത്ത് പ്രസിദ്ധീകരിച്ച ഭാഗമാണ് എന്നാണ് അതിൽ പറയുന്നത്. പക്ഷേ ടീച്ചർ പിന്നീട് ഈ ട്രോളൊക്കെ വന്നതിന് ശേഷം ടീച്ചർ വീണ്ടും അത് ന്യായീകരിച്ചുകൊണ്ട് വീഡിയോ സ്വന്തം നിലയിൽ പുറത്തിറക്കുകയും അതുപോലെ തന്നെ ചില ചാനലുകൾക്ക് അതിനെ സംബന്ധിച്ച വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ബൈറ്റ് കൊടുക്കുകയും ഒക്കെ ഉണ്ടായി. അതിലും ടീച്ചർ പറയുന്നത് ആ കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നത് ഇത് ഞങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ പദ്ധതിയാണ്, അതാണ് ഞങ്ങൾ നടപ്പാക്കിയത് എന്ന് പറയുന്നതിന് ടീച്ചർ പറയുന്നത് അതല്ല, അത് കോമൺ മിനിമം പ്രോഗ്രാമാണ്. ഞാൻ ചോദിക്കുന്നത് ടീച്ചറെ, കോമൺ മിനിമം പ്രോഗ്രാം എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ പരിപാടിയല്ലല്ലോ. അത് കോൺഗ്രസും UPAയിലെ കക്ഷികളും അതിനെ പിന്തുണയ്ക്കുന്ന കക്ഷികളും എല്ലാവരും ചേർന്നുണ്ടാക്കുന്നൊരു പൊതു മിനിമം പരിപാടിയാണല്ലോ. അതിലെങ്ങനെയാണ് കോൺഗ്രസ് പാർട്ടിയുടെ കൈപ്പത്തി അടയാളം വരിക? കോൺഗ്രസ് പാർട്ടിയുടെ പ്രകടന പത്രികയിലല്ലേ അങ്ങനെയൊരു അടയാളവും അത്തരത്തിലുള്ള കാര്യങ്ങളുമൊക്കെ വരിക? എന്തായാലും കോമൺ മിനിമം പ്രോഗ്രാമിനെ സംബന്ധിച്ചുള്ള രേഖയൊന്നും നമുക്കിപ്പോൾ ലഭ്യമല്ല. അതോടൊപ്പം ടീച്ചർ രണ്ടാമത്തെ ഇതിന് വ്യക്തത വരുത്തുന്ന വീഡിയോയിൽ പറയുന്ന കുറേ അധികം തെറ്റുകളുണ്ട്. ടീച്ചർ കുറച്ചുകൂടി ഈ വിഷയത്തിൽ വീണ്ടും വ്യക്തത വരുത്താൻ വേണ്ടി പറയുന്നതാണല്ലോ. അപ്പോൾ പറയുന്ന കാര്യങ്ങൾ ചരിത്രവുമായും വസ്തുതകളുമായിട്ടുമൊക്കെ പൊരുത്തപ്പെടേണ്ടതുണ്ട്. ഒന്ന്, ഈ പദ്ധതി അന്നത്തെ UPA ഗവൺമെൻറ്റിനെ കൊണ്ട് നടത്തിക്കുന്നതിന് വേണ്ടിയുള്ള സമ്മർദ്ദം ചെലുത്തുന്നത് അന്നത്തെ പാർട്ടി ജനറൽ സെക്രട്ടറി യെച്ചൂരിയാണ് എന്നാണ് ശൈലജ ടീച്ചർ പറയുന്നത്. പക്ഷേ 2004 യെച്ചൂരി CPMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം മാത്രമാണ്. അദ്ദേഹം പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നില്ല. ആ കാലയളവിൽ ഹർകിഷൻ സിംഗ് സുർജിത്ത് ആയിരുന്നു പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി. അപ്പോൾ ടീച്ചർ പരിശോധിച്ചതിൽ ടീച്ചർ പറഞ്ഞതിൽ ഒരു തെറ്റ് അങ്ങനെ വന്നു കൂടിയിട്ടുണ്ട്. പിന്നെ ടീച്ചർ പറഞ്ഞു വരുന്നുണ്ട് ആ ഗവൺമെൻറ്റിൽ ഞങ്ങൾക്ക് പ്രധാനമന്ത്രിയാകാൻ പോലും അവസരം ലഭിച്ചിരുന്നു, പക്ഷേ ഞങ്ങളത് സ്വീകരിച്ചില്ല, മന്ത്രിയാകാൻ വേണ്ടി പറഞ്ഞിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതും ടീച്ചറെ കാലഗണന തെറ്റിപ്പോയി. ടീച്ചർക്ക് എന്താണെന്നറിയില്ല, പെട്ടെന്ന് ഇതിനെ സംബന്ധിച്ച് ന്യായീകരിക്കാൻ വേണ്ടിയിട്ടുള്ള വെപ്രാളത്തിൽ ഈ കാലമൊക്കെ മാറിപ്പോകുന്നു. പ്രധാനമന്ത്രിയാകാൻ ജ്യോതി ബാസുവിൻ്റെ മുമ്പിൽ അവസരം വന്നത് നേരത്തെ ദേവഗൗഡ പ്രധാനമന്ത്രിയായ ആ സന്ദർഭത്തിലാണ്, അല്ലാതെ 2004 അത് 1996 എന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെയുള്ള തെറ്റുകൾ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഒന്ന്, സീതാറാം യെച്ചൂരി അക്കാലത്ത് CPMൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി അല്ല. മറ്റൊന്ന്,
കോമൺ മിനിമം പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് വന്ന ഒരു ഡോക്യുമെൻ്റ് അല്ല അത്. അത് കോൺഗ്രസ് പാർട്ടിയുടെ പ്രകടന പത്രിക എന്നുള്ള നിലയിൽ പുറത്തു വന്ന രേഖയിലുള്ളതാണ്. ഇനി ആ പദ്ധതിയുടെ ആരംഭം, അതിൻ്റെ ഒറിജിൻ ഇവിടെ നിന്നാണ്. ഇനി CPM അങ്ങനെയൊരു പദ്ധതി മുന്നോട്ട് വെച്ച് അത് UPA കൊണ്ട് നടപ്പാക്കാൻ നിർബന്ധം പിടിക്കുകയാണെങ്കിൽ, അങ്ങനെയൊരു പദ്ധതി നേരത്തെ എവിടെയെങ്കിലും അതിൻ്റെ ഒരു മോഡൽ എന്നുള്ള നിലയിൽ CPM അധികാരത്തിലിരുന്ന ബംഗാളിലോ കേരളത്തിലോ ത്രിപുരയിലോ നടപ്പാക്കി വിജയിച്ച ഒരു പദ്ധതിയാകണം. പക്ഷേ ഈ മൻരേഗ എന്ന് പറയുന്ന മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എവിടെ നിന്നാണ് വരുന്നത്? അതിൻ്റെ തുടക്കം, അല്ലെങ്കിൽ അത് എന്തിൻ്റെ മോഡലിനെ പിൻപറ്റിക്കൊണ്ടാണ് അത്തരമൊരു പരിപാടി ഫ്രെയിം ചെയ്യുന്നത്? മഹാരാഷ്ട്രയിൽ 1970കളുടെ മധ്യത്തോടുകൂടി നടപ്പാക്കിയ തൊഴിൽദാന പദ്ധതിയിൽ നിന്നാണ്. 70കളുടെ തുടക്കത്തിൽ മഹാരാഷ്ട്ര നേരിട്ട വലിയ തോതിലുള്ള ഡ്രൗട്ട്, അവിടുത്തെ കൃഷിനാശം ഉൾപ്പെടെയുള്ള വലിയ തോതിൽ കർഷകർ ബുദ്ധിമുട്ട് അനുഭവിച്ച സാഹചര്യത്തിലാണ് അന്ന് മഹാരാഷ്ട്രയിലെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന വസന്ത് റാവു നായിക് തൊഴിലാളികൾക്ക് ഇത്തരത്തിൽ തൊഴിൽ ലഭിക്കുന്നതിന് തുച്ഛമായ വേതനമാണ്, പക്ഷേ 15 ദിവസത്തിനകം അപേക്ഷിച്ചാൽ തൊഴിൽ കൊടുക്കണം എന്ന തരത്തിലുള്ള ഒരു നിയമനിർമ്മാണം നടത്തി ഒരു പദ്ധതിയുമായി മുന്നോട്ട് വന്നത്. അത് വളരെ ശക്തമായി ആ സംസ്ഥാനത്ത് നടപ്പാക്കുന്നതിന് തുടർന്നു വന്ന ഗവൺമെൻറ്റുകളും ശ്രദ്ധിച്ചിരുന്നു. ഏതാണ്ട് അതിൻ്റെ കൃത്യമായ കണക്ക് പറയുമ്പോൾ 48.1 മില്യൺ ആളുകളാണ് 74-75 കാലഘട്ടത്തിൽ ആ പദ്ധതി കൊണ്ട് ഗുണം ലഭിച്ചത്. പിന്നീട് അത് 205.4 മില്യണായി 79-80 കാലഘട്ടത്തിലേക്ക് വളരുന്നുണ്ട് ആ പദ്ധതി. പിന്നീട് അത് 133.3 മില്യൺ 87-88 ആകുമ്പോഴേക്കും, 78 മില്യൺ 89-90 ആകുമ്പോഴേക്കും, 110 മില്യൺ 2000-2001 ആകുമ്പോഴേക്കും, 220 മില്യൺ 2004-2005 ആകുമ്പോഴേക്കും ആ പദ്ധതി മഹാരാഷ്ട്രയിൽ വലിയ തോതിലുള്ള ജനകീയ പദ്ധതിയായി മാറിയിരുന്നു. അതിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു പദ്ധതിയെ സംബന്ധിച്ച് കോൺഗ്രസ് ആലോചിക്കുന്നതും UPA എന്നുള്ള നിലയിൽ അധികാരത്തിൽ വന്നപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി എന്നുള്ള നിലയിൽ 100 ദിവസം, അത് പ്രകടന പത്രികയിൽ വളരെ ക്ലിയറായിട്ട് പറയുന്നുണ്ട്, 100 ദിവസം വർഷം തൊഴിൽ കൊടുക്കുന്ന തരത്തിൽ ഒരു നിയമനിർമ്മാണം നടത്തുമെന്ന് ആ പ്രകടന പത്രികയിൽ പറയുന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയുകയാണ്, ടീച്ചറെ, ഇത് AI കാലമാണ്. നമ്മുടെ മുമ്പിൽ ഇത്തരത്തിലുള്ള ഡാറ്റകളെല്ലാം സുലഭമാണ്, ആർക്കും നോക്കാവുന്നതാണ്, ആർക്കും ഇക്കാര്യത്തെക്കുറിച്ച് പഠിക്കാവുന്നതാണ്. ഇത്തരം അവകാശവാദങ്ങൾ സാധാരണക്കാർക്കിടയിൽ നിങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ടാകാം, മുമ്പും പ്രചരിപ്പിച്ചിട്ടുണ്ടാകാം. പക്ഷേ ഇന്നത്തെ കാലത്ത് അത്തരത്തിലുള്ള പൊള്ളയായ കളവായ പ്രചരണങ്ങളിലൂടെ ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയും എന്ന് കരുതുന്നത് ഈ കാലത്ത് ശരിയായൊരു നടപടിയല്ല ടീച്ചറെ.